ജനാധിപത്യത്തിലെ നാലാം തൂണ് എന്നാണല്ലോ നമ്മുടെ മാധ്യമങ്ങളെ വിശേഷിപ്പിക്കുക. ഇപ്പോൾ മാധ്യമങ്ങളെ എന്തുകൊണ്ടാണ്, മാധ്യമപ്രവർത്തകരെ എന്തുകൊണ്ടാണ് മാപ്ര എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ് മാധ്യമപ്രവർത്തകരും മാധ്യമ സ്ഥാപനങ്ങളെയും അധിക്ഷേപിക്കുന്ന രീതിയിൽ രണ്ട് അക്ഷരത്തിലേക്ക്, മാപ്ര എന്ന പ്രയോഗത്തിലേക്ക് മാധ്യമങ്ങളെയും മാധ്യമ സ്ഥാപനങ്ങളെയും അറിയപ്പെടാൻ കാരണമെന്താണ്? നമ്മുടെ നാലാം തൂണിന് ചികിത്സ ആവശ്യമില്ല. ഈ ചാനലുകാർ ഇപ്പോൾ വാർത്ത ഇപ്പോൾ ഒരു അന്നത്തെ പൈങ്കിളി സാഹിത്യത്തിനേക്കാളും ഒക്കെ അധപ്പതിച്ചിട്ട് ഒരുതരം, അതായത് ഗർഭം, പീഡനം, ഇതിലാണ് പിടിക്കാൻ. രാവിലെ ഒരു വാർത്ത, അത് എല്ലാ ചാനലും, നമുക്ക് ഈ സാധനം തുറക്കണമെന്നില്ലാത്തൊരവസ്ഥയിലെ എല്ലാ ചാനലിലും ഒരേ വാർത്ത. ഇത് ഒരു ഭയങ്കര ഒത്തുകളി തന്നെയാണ്. ഇപ്പോൾ ഒരു പീഡനം നടന്ന ആ പീഡനമാണ്, പിന്നെ അതിൻ്റെ വിശദാംശങ്ങളാണ്. പിന്നെ ആദ്യം ഈ അവതാരകൻ തന്നെ അത് പറയുകയാണ്, വിശദാംശം മുഴുവൻ പറയുകയാണ്. എന്നിട്ട് പിന്നെ കോട്ടയത്ത് നിന്ന് അവിടെയാണ് സംഭവം നടന്നെങ്കിൽ ഉടനെ അവിടുന്ന് ഇന്നയാൾ അതിൻ്റെ റിപ്പോർട്ടർ പറയുന്നു പറഞ്ഞ് വീണ്ടും അയാൾ അത് തന്നെ ആവർത്തിക്കുന്നു. പിന്നെ കുറേ പടം കാണിക്കും. ഇങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ അതിന് ഏതെങ്കിലും ഒരു ചെറിയ ഇടവേള വല്ലതും വന്ന ഒരാളെ വിളിച്ചിരുത്തി അതിനെപ്പറ്റി ഒരു ഇന്റർവ്യൂ, ഒരു ചർച്ചയും നടത്തും. വീണ്ടും ഈ വിഷയം തന്നെ പിന്നെ എടുത്തിടും. ഇതല്ലാതെ അത് മുഴുവൻ ചാനലും ഒരേ സാധനം തന്നെ ചെയ്ത്, ഒരേ പൈങ്കിളി സാഹിത്യം തന്നെ ചെയ്ത്, അത് ഒരു ജനത്തിന് എന്തുമാത്രം ഇവിടെ അറിയപ്പെടാതെ പോകുന്ന വാർത്തകൾ, ജനത്തിനെ ബാധിക്കുന്ന എന്തെല്ലാം പ്രശ്നങ്ങൾ. ഇപ്പോൾ ഈ ഹൈറേഞ്ച് മേഖലകളുടെ പട്ടയ പ്രശ്നം, ഇവിടുത്തെ കൃഷിക്കാരൻ്റെ ഏറ്റവും വലിയ നരകയാതന അനുഭവിക്കുന്ന ഒരവസ്ഥ ഇവിടുത്തെ കൃഷിക്കാരൻ. അവന് കാട്ടുമൃഗങ്ങളുടെ ശല്യം, കാലാവസ്ഥ മാറി ഒരു സാധനം പറമ്പിലുണ്ടാകാത്ത സ്ഥിതിയായി അവരൊക്കെ അനുഭവിക്കുന്ന നരകയാതന, ഇതെല്ലാം അപ്രത്യക്ഷമായി. ഇതൊന്നും ആരും അറിയുന്നില്ല, ഒരു വാർത്തയും ജനം അറിയുന്നില്ല. ജനം ആകെ അറിയുന്നത് എവിടെയെങ്കിലും കൊള്ള നടക്കുന്നുണ്ടെങ്കിൽ സ്വർണ്ണക്കൊള്ള, അത് കഴിയുമ്പോഴത്തേക്കും ഒരു പീഡനം, അത് കഴിയുമ്പോൾ വേറൊരു പീഡനം. കേരളത്തിൽ പീഡനത്തിന് സാധ്യതയുണ്ട്, പണ്ട് തുടങ്ങിയുള്ള അവിടെ പീഡനം. ആ പീഡനം തന്നെ ഇങ്ങനെ തിരിച്ചും മറിച്ചും ഒരാളുടെ പീഡനം കഴിയുമ്പോൾ വേറൊരാളുടെ പീഡനം. ഇത് കേൾക്കാൻ കുറേ ആൾക്കാരുണ്ട്. കാരണം അത് ഞാൻ പറഞ്ഞല്ലോ, ഈ പൈങ്കിളി സാഹിത്യം വായിച്ച് വളർന്ന ഒരു തലമുറയ്ക്ക് ഈ സാധനം ഭയങ്കര ഇഷ്ടമാണ്. അത് മനസ്സിലാക്കിയിട്ട് ഇപ്പോൾ ഈ നമ്മുടെ ഈ ആകാശവാണിയിൽ നിന്നൊക്കെ പോയ ഒരു പുള്ളി ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയാണ് ഒരു പരിധിവരെ ഈ ചാനലിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ, ഈ ദുരന്തത്തിന് കാരണമായി തീർന്നത്. പറയാതിരിക്കാൻ പറ്റത്തില്ല. പുള്ളി ഇങ്ങനത്തെ സാധനം എടുത്തിടുന്നു, ഇങ്ങനെ ജനത്തിന് ഇഷ്ടപ്പെടുന്ന ഒരു ഇതായിട്ട് വരുന്നു. അയാൾ ചായ കുടിക്കുന്നു, അതിൻ്റെ ഇടയ്ക്ക് വീട്ടിലെ കാര്യങ്ങൾ പറയുന്നു. എന്നിട്ട് ഈ വാർത്ത വായന കഴിഞ്ഞിട്ട് പിന്നെ കേട്ടിരിക്കുന്നു. ഇവിടെ നമ്മൾ ഉപദേശം കേട്ട് മടുത്ത ഒരു ജനമാണ് കേരളം. പള്ളി ചെന്ന ഉപദേശം, നാട്ടുകാരുടെ ഉപദേശം, രാഷ്ട്രീയ നേതാവിൻ്റെ ഉപദേശം, ഇപ്പോൾ വാർത്ത അവതരിപ്പിക്കുന്നതാണ്. വാർത്ത വായിച്ചാൽ പോരെ, അവനും ഉദ്ദേശിക്കുകയാണ് ഇത് വണ്ടി ഇടിച്ചാൽ ഇങ്ങനെ നിങ്ങൾ റോഡിൽ കൂടെ പോകുമ്പോൾ വണ്ടി ഇടിക്കാതെ നിങ്ങൾക്ക് സൈഡിൽ കൂടെ പോയാൽ പോരെ, നമ്മുടെ ഇന്നോട് പോകണം, അങ്ങനെ പോകണം ഒരു ഉപദേശം. ഇങ്ങനെ ഈ വാർത്ത നമ്മൾ ഇതുപോലെ നശിച്ച് നാരാടക്കിൽ കാണണമെന്നില്ലാത്തൊരവസ്ഥയിലേക്കാക്കി ദുരന്തമായി കലാശിച്ചിരിക്കുകയാണ് ഈ ചാനൽ. ഈ മത്തിക്കച്ചവടക്കാരനും കപ്പലണ്ടി കച്ചവടക്കാരനും 10 കാശുണ്ടായി കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ മാധ്യമങ്ങളെ വിലക്കരുത്. ഇപ്പം ഞാനൊക്കെ എൻ്റെ ഒരു യുവനകാലത്തൊക്കെ ഞാൻ കേട്ടിരുന്നത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള എന്ന് കേട്ടിട്ടുണ്ട്. ആദർശശുദ്ധിയോടുകൂടി പത്രമാധ്യമ രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ കഥകളും അദ്ദേഹത്തിൻ്റെ ആവേശഭരിതമായ പത്രലേഖനങ്ങളൊക്കെ വായിച്ചാണ് നമ്മളൊക്കെ ഇതിനോട് ആകർഷിച്ചാണ് ഞാനൊക്കെ ഇതിനോട് താല്പര്യം തോന്നിയത്. അതിനൊക്കെ അതിനുശേഷം ദൃശ്യമാധ്യമങ്ങൾ വളരെ സജീവമായി. ഇപ്പോൾ ജോസ് ആന്റണി സൂചിപ്പിച്ചതുപോലെ ഈ പീഡന കഥകളും മനുഷ്യൻ്റെ ദുർബല വികാരങ്ങളെ ചൂഷണം ചെയ്യാവുന്ന രീതിയിലോട്ട് ദൃശ്യമാധ്യമങ്ങൾ മാറുന്നു. അതിൻ്റെ കാരണം എന്ത്? ഇത് ഇടേണ്ടവരാര്? ഇടേണ്ടവർ ഇത് സോഷ്യൽ മീഡിയാസിൽ മാത്രം മതിയോ ഇത്തരം തട വേണം എന്ന് പറയാം? മനുഷ്യന് ആവശ്യമായി, എനിക്ക് വിശക്കുന്നുണ്ട്, എനിക്ക് ആഹാരം വേണം, ഉടനെ തന്നെ എൻ്റെ കയ്യിലിരിക്കൊണ്ട് നിനക്ക് ആഹാരം കിട്ടുന്നില്ല, മാറി നിൽക്കുക എന്ന് പറഞ്ഞിട്ട് എന്നെ വേറെ വിഷയത്തിലോട്ട് കൊണ്ടുപോകും. മറിച്ച് അടിയന്തരമായി എൻ്റെ ആവശ്യം എന്താണെന്ന് പരിഹരിക്കുന്നു. ഇപ്പോൾ പട്ടയ വിഷയം അങ്ങ് സൂചിപ്പിച്ചു. ഇവിടെ ആനക്കൊമ്പൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ആന ഇറങ്ങുമ്പോൾ ആരും വാർത്ത കൊടുക്കുന്നില്ലല്ലോ. ആന വരുന്നത് പാവപ്പെട്ട ഒരു കർഷകനെ ചവിട്ടിക്കൊല്ലുമ്പോൾ വാർത്ത വരുന്നില്ലല്ലോ. മറ്റു മാധ്യമക്കാരൻ കൊടുക്കും. ഈ ഒരു ആനക്കൊമ്പൻ ഇവിടെ കൊണ്ടുപോയി അതിൻ്റെ പുറകെ 5-6 ദിവസം നടന്ന മാധ്യമങ്ങൾ മൊത്തം ലക്ഷക്കണക്കിന് സാമഗ്രികളായിട്ട് മുടക്കി അതിൻ്റെ വാർത്ത കൊടുത്തു. ഇത് കണ്ടുകൊണ്ടിരിക്കേണ്ട ഹൈറേഞ്ചുകാരൻ എന്താണ് കരുതേണ്ടത്? വാർത്താക്കാരന് അടിസ്ഥാനപരമായ വികാരത്തെ പ്രോജ്വലിപ്പിച്ചെടുക്കുകയാണോ വരികയാണ്, അതോ അവൻ്റെ റേറ്റിംഗ് വർദ്ധിപ്പിക്കത്തക്ക രീതിയിലുള്ള സാമഗ്രിയാണോ അവൻ ഘോഷിപ്പിക്കുന്നത്? ഇതിൽ തടയിടണമെങ്കിൽ ഇവിടെ മാധ്യമങ്ങൾക്ക് ഈ ജനാധിപത്യത്തിൻ്റെ നാലാം തൂണൊന്ന് പരിഷ്കരിച്ച് വേറെ തൂണുണ്ടാക്കി കൊടുക്കുന്നതല്ലാതെ ഇവിടുത്തെ രാഷ്ട്രീയ നേതാവിനും ഇവിടുത്തെ ഭരണകർത്താവിനും അവന് ഓശാന പാടുന്ന ഈ മാധ്യമ പ്രവർത്തനം എന്ന് നാട്ടിൽ അവസാനിക്കുന്ന അന്ന് മലയാളത്തിന് ഗതി ഉണ്ടാവുള്ളൂ. ഇവ മംഗ്ലീഷ് സംസാരിക്കുന്നത് ഏതോ ഇപ്പോൾ അങ്ങ് സൂചിപ്പിച്ച ആകാശവാണിയിൽ നിന്ന് പോയ ഒരു കൊണാണ്ടർ ഈ പരിപാടി ചെയ്യുന്നു. ഒരു വേറെ വ്യക്തിയുണ്ട്, ഒരു സ്ത്രീ
അവർ മംഗ്ലീഷ് പറഞ്ഞപ്പോൾ മാധ്യമ സംസ്കാരം ആ രീതിയിലായി മാറി. ശുദ്ധ മലയാളം ഇല്ല. ആകാശവാണിക്കാർ ചെയ്യുന്ന കാലത്ത് അതിന് ശുദ്ധ മലയാളം ഉണ്ടായിരുന്നു. ഇപ്പം നമുക്ക് മലയാളം പോലും ഭംഗിയായിട്ട് സംസാരിച്ച് വിഷയം അവതരിപ്പിക്കത്തക്ക രീതിയിലോട്ട് നമ്മുടെ മാധ്യമ സംസ്കാരം മാറിപ്പോയി എന്ന് പറയേണ്ടത് ഈ ദൃശ്യമാധ്യമ സംസ്കാരം ഇത്രയും കൂടി കൊള്ളുന്നുണ്ട്. അതുകൊണ്ട് ദൃശ്യമാധ്യമങ്ങൾ സൂക്ഷിച്ചിടപെടേണ്ടതായിട്ടുണ്ട്. മനുഷ്യനെ പഠിക്കേണ്ടതായിട്ടുണ്ട്. മനുഷ്യൻ്റെ വിചാരധാരകൾക്കൊപ്പം സഞ്ചരിക്കാനുള്ള ഒരു വളരെ കൃത്യമായ അജണ്ട തയ്യാറാക്കിക്കൊണ്ടല്ലാതെ ഇനി മാധ്യമ സംസ്കാരം ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ, കേരളത്തിൻ്റെ പ്രബുദ്ധതയുടെ നാട്ടിലൊന്നും ഒരിക്കലും ശരിയാവാൻ പോകുന്നില്ല. യുവമാരെ പിടിച്ച് ഒന്ന് കപ്പാതിട്ടാൽ കാര്യം നേരെയാവും. സാറേ, ഇത് ഈ സ്ത്രീ വിഷയം വരാനുള്ള കാരണം എന്താണ് സാർ? മാധ്യമങ്ങളിപ്പോൾ അങ്ങ് ജോസാനണി ആദ്യമായിട്ട് ആമുഖമായിട്ട് പറഞ്ഞ ഈ സ്ത്രീ വിഷയങ്ങളിലോട്ട് പോകാൻ ഇപ്പോൾ വായനക്കാരുടെ കാര്യം പറഞ്ഞു. അതിൽ ഈ മനുഷ്യൻ്റെ സ്ത്രൈണ വികാരങ്ങൾ ഉത്തേജിപ്പിക്കുന്ന രീതിയിലേക്കുള്ള സ്ത്രീ ലാഞ്ചന തോന്നുന്ന ഫോട്ടോയും ചിത്രങ്ങളും അതിൻ്റെ ഇക്കിളി കഥകളും ഇതുമാതിരി പങ്കുവയ്ക്കുന്നത്. ഇത് കേൾക്കാൻ വേണ്ടി ഒരു വിഭാഗം ആളുകൾ തയ്യാറാവുന്നുണ്ട് എന്നുള്ളത് സത്യമായിരിക്കാം. പക്ഷെ അതാണ് നമ്മുടെ സംസ്കാരത്തിന് വേണ്ടത്. അതായത് നമ്മുടെ ഒരു സാധനം വിറ്റഴിക്കാൻ അവിടെ വാങ്ങുന്ന ആൾക്കാരുണ്ടെങ്കിലല്ലേ വിറ്റഴിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് വിദ്യാസമ്പന്നതയാണ്, സാംസ്കാരിക സമ്പന്നന്മാരാണ്, ഇങ്ങനെയെല്ലാം ഭക്തിയുടെ കാര്യം പറഞ്ഞാൽ വലിയ ഭക്തജനങ്ങളുമാണ്. ഇങ്ങനെയെല്ലാം ആണെങ്കിലും ഈ സാധനം ഇവിടെ വിറ്റ് പോകുന്നതുകൊണ്ടാണ് ഇത് ചിലവാക്കുന്നത്. ഈ സ്ത്രീ വിഷയം എത്ര വർഷമായി ഇവിടെ സ്ത്രീ വിഷയം തുടങ്ങിയിട്ട്? ഈ സ്ത്രീ വിഷയം നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് നിൽക്കുന്നില്ല. വേറൊരു സ്ത്രീ വിഷയം ഉണ്ടാകുന്നിടം വരെ സ്ത്രീ പീഡനം, വിഹിത ഗർഭം, പെൺവാണിഭം, ഇങ്ങനെയുള്ള വിഷയവുമായി ബന്ധപ്പെട്ട് ചുറ്റിപ്പറ്റി അതിൽ തന്നെ കടിച്ചു തൂങ്ങി നിൽക്കുന്ന ഒരവസ്ഥയാണ്. അതിനകത്ത് ഒരു പരിധിവരെ ഇത് കാണാൻ ആളുണ്ടായതുകൊണ്ടാണ് ഇവരിത് വിൽക്കുന്നതെന്നാണ് ഞാൻ പറയുന്നത്. അപ്പം നമ്മുടെ സംസ്കാര സമ്പന്നത എന്നൊക്കെ പറയുന്നത് ചുമ്മാ കേരളത്തിന്റെ സംസ്കാര സമ്പത്ത് എന്ന് പറയുന്നത് വ്യാജവും അർത്ഥശൂന്യവുമായ സ്ത്രീ വിഷയങ്ങളിൽ പ്രചാരം കൊടുത്തുകൊണ്ടിരിക്കുന്ന മാധ്യമങ്ങൾക്ക് മൂക്കേറിടുകയും അവരുടെ നടപടി സ്വീകരിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. എത്രയോ നല്ല സ്ത്രീകളുണ്ട്, എത്രയോ കുടുംബങ്ങളിൽ നല്ല സ്ത്രീകൾ കുടുംബജീവിതം നയിക്കുന്നു. എത്രയോ രാഷ്ട്രീയ നേതാക്കൾ, സംശുദ്ധമായ കാഴ്ചപ്പാടുള്ള ആളുകളുണ്ട്, എത്രയോ ആത്മീയ നേതാക്കളുണ്ട്. അവരൊക്കെ വൃത്തികെട്ടവന്മാരാണോ? അവരുടെയൊക്കെ കുടുംബങ്ങളിൽ ധനാശ്വാസ പരിപാടിയാണ് നടക്കുന്നത്. എത്രയോ നല്ല ആളുകളുണ്ട്, എത്രയോ പുരുഷന്മാരും നല്ല ആളുകളുണ്ട്. അപ്പോൾ ഒരു വർഗത്തിൽപ്പെട്ട ഒരുത്തൻ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരുത്തൻ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ കേരളത്തിൽ മൊത്തം സ്ത്രീ പീഡനം. എന്ത് സ്ത്രീ പീഡനം? അങ്ങ് ആദ്യം സൂചിപ്പിക്കും, സംഘർഷാത്മകമാണ് ജീവിതം. അതിനകത്ത് കുടുംബപരമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാം. അതിനൊക്കെ സമന്വയ രീതി ഉണ്ടാകാൻ വേണ്ടിയാണ് നമ്മുടെ സംസ്കാരം ഉണ്ടാവേണ്ടത്. അത്തരം സംസ്കാരത്തിലോട്ട് തിരിച്ചുവിടാനുള്ള ഈ നാലാം ശക്തി എന്ന് പറഞ്ഞ സാധനം തയ്യാറാവണം. ഇത് പരിഹാരം എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഓർക്കണം. ഇതൊക്കെ ഈ താൽക്കാലികമായ ഒരു നീർക്കുമുള പ്രതിഭാസമാണ് ഇതെല്ലാം. അപ്പോൾ ഈ വീക്കിലികൾ ഇങ്ങനെ അതായത് ഒരു മക്കളും വീക്കിലി 14 ലക്ഷം വിറ്റുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ്. അതുപോലെ തന്നെയാണ് മനോരമ വീക്കിലി. അങ്ങനെ ആയിരക്കണക്കിന് വീക്കിലികൾ, പലതരത്തിലുള്ള പ്രസിദ്ധീകരണങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഓർത്തിരുന്നു ഇതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ കയറി വലിയ ഇത് 15 ലക്ഷം പിന്നെ 30 ലക്ഷം ആക്കി ഭയങ്കര ഒരു സംഭവമാകുന്നതോടൊപ്പമാണ് അവരത് ചെയ്തത്. പക്ഷേ അതൊക്കെ ഒരു നീർക്കുമുള പ്രതിഭാസമാണ്. ഒരു പെട്ടെന്ന് ഇങ്ങനെ വന്നു, പെട്ടെന്ന് പൊട്ടി. ഇതൊരു നീർക്കുമുളയാണ്. ഇത് വളരെ പെട്ടെന്ന് പൊട്ടിപ്പോകും. കാരണം ഇത് ജനം മടുത്തു. ഈ സാധനം തുറക്കാതെയായി. തുറന്നു കഴിഞ്ഞാൽ തന്നെ ഇവര് വല്ല സിനിമ ചാനലിലേക്ക് പോവുക, വാർത്താ ചാനൽ വേണ്ടെന്ന് വെച്ചിരിക്കും. ഒരു സാധനം തന്നെ രാവിലെ വൈകുന്നേരം വരെ പറയാമെന്ന് പറഞ്ഞാൽ ഇതുപോലെ അകപ്പതിച്ച ഒരു മാധ്യമ പ്രവർത്തന കാലം കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ഇത് കാണികളില്ലാതെ വരുന്നു. ഇതിന് പരസ്യം കൊടുക്കാൻ വേണ്ടി കുറെ ചുമ്മാ അവരെ പറ്റി പറയാൻ വാക്കുകളില്ല. യാതൊരു കാര്യം അറിയാതെ ഈ പരസ്യം കൊടുക്കുന്നത് ആരാ കാണുന്നത്? ഇത് പരസ്യം വരുമ്പോൾ ഞങ്ങൾ വേറൊരു ചാനലിലേക്ക് പോകും, അവിടെ പരസ്യം വരുമ്പോൾ വേറൊരു ചാനലിലേക്ക് പോകും. ഈ പരസ്യം കണ്ടുകൊണ്ട് മടുത്തിരിക്കുക. ഇതിന് കോടികൾ കൊടുത്ത് പരസ്യം കൊടുക്കുന്ന അത് എപ്പോൾ നിൽക്കുന്നു അപ്പം തീരും, ഇത് കൂട്ടും. അത്രേ ഉള്ളൂ ഇവരുടെ ഉപദേശവും. ഇവരിപ്പോൾ ഞങ്ങളാണ് ലോകത്തെ ഏറ്റവും വലിയ മഹാന്മാർ ഈ വാർത്ത അവതരിപ്പിക്കുന്നവരെ. അവർക്ക് വേറെ യാതൊരു പണിയില്ല. ആരെങ്കിലും എഴുതി കൊടുക്കുന്ന സാധനം വായിക്കാന്നുള്ളതല്ല. പക്ഷെ അവർ വിചാരിക്കുന്നത് ഞങ്ങളാണ് ഈ രാജ്യം കൊണ്ടുനടക്കുന്നത്. സാറേ, ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഇവിടെ ഇപ്പോൾ നമ്മൾ സ്വകാര്യവൽക്കരണത്തെ പൂർണ്ണമായിട്ട് നിഷേധിച്ചുകൊണ്ടല്ല സംസാരിക്കുന്നത്. ഇവിടെ ആകാശവാണി, ദൂരദർശൻ, അവർക്ക് അവരുടേതായ ഒരു വ്യക്തിത്വമുണ്ട്, അവർക്ക് അവരുടേതായ ഒരു ഭാഷാശുദ്ധിയുണ്ട്, അവർക്ക് അവരുടേതായ അവതരണ രീതിയുണ്ട്. അതിൽ നിന്നൊക്കെ വളരെ റേറ്റിംഗ് വ്യത്യാസത്തിൻ്റെ സ്വകാര്യ ചാനലുകൾ, ഞാൻ അതുകൊണ്ട് ആദ്യം സൂചിപ്പിച്ചത്, മത്തിക്കച്ചവടക്കാരനും കപ്പലണ്ടി കച്ചവടക്കാരനൊക്കെ ചാനൽ തുടങ്ങി, രാഷ്ട്രീയക്കാരനെ ചാനൽ തുടങ്ങി, മതമേധാവികൾ ചാനൽ തുടങ്ങി. അതുകൊണ്ട് അവരൊക്കെ ഓശാനം പാടുന്ന ഒരു വട്ട ആളുകളെ കൊണ്ടുപോയെടുത്തിട്ട് അന്തി ചർച്ചയും അല്ലാത്ത ചർച്ചയും പെണ്ണുങ്ങളെ തുണി അടിച്ച കഥയും ഇതും പറഞ്ഞുകൊണ്ടിരുന്ന ഇവിടുത്തെ ജനം ഇവിടെ ഇതാണോ കേരളം? ഇതാണോ കേരളത്തിൻ്റെ മാധ്യമ സംസ്കാരം? ഇതാണോ സാംസ്കാരിക കേരളം? ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നൊക്കെ പറഞ്ഞ് വിശേഷിപ്പിക്കുമ്പോൾ ഇതൊക്കെ നെറ്റിയിൽ ഒട്ടിച്ചുകൊണ്ട് വെച്ച് നടക്കാവുന്നതിൽ കവിഞ്ഞ് ചിന്തിക്കുന്ന ജനത. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തു നമ്മുടെ ചാനലിൽ വിദ്യാഭ്യാസത്തെ പറ്റി.
ഈ രീതിയിൽ വിദ്യ വളർന്നു നടക്കുന്ന ഒരു 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 ഘടകം ഇവർക്കുണ്ട്, ഈ ചാനലുകാർക്കുണ്ട്. അപ്പൊ ചാനലിന്റെ ഉത്തരവാദിത്വം മനസ്സിലാക്കുന്ന ആളുകൾ വേണം ചാനൽ കൈകാര്യം ചെയ്യാൻ. ആനപിടുത്തക്കാരന്റെ സംഘടനയ്ക്ക് വക്കീല് നേതാവായ ശരിയാവില്ല, ആനപിടുത്തക്കാരൻ തന്നെ വേണം. അല്ലെങ്കിൽ എന്താ പറയുക, മതം ഇടയിൽ കഴിഞ്ഞാൽ ആന നിൽക്കില്ല, ആ തോട്ടിയിട്ട് പിടിച്ചു നിർക്കണമെങ്കിൽ ആനവേട്ടക്കാരൻ തന്നെ വേണം. പീഡിപ്പിക്കുന്നതിന്റെ അതിന്റെ കാര്യകാരണ സഹിതം എല്ലാം കൂടെ വെച്ചിട്ട് ഒരു 3-4 യോഗ്യന്മാർ ഇരുന്ന് ചർച്ച ചെയ്യുന്നു. ഇത് ലോകത്തിൽ ഏത് വിഷയം ഉണ്ടായാലും ഈ യോഗ്യന്മാർ തന്നെയാണ് ചർച്ച ചെയ്യുന്നത്. നിങ്ങൾ ഓർക്കണം, ആളിന് യാതൊരു മാറ്റമില്ല. അതിനകത്ത് വിദഗ്ധരായിട്ടുള്ള ആൾക്കാർ ഒരുപാട് കുഴപ്പമില്ല. ഏത് വിഷയം ഇപ്പോൾ പ്രപഞ്ചത്തിന്റെ അങ്ങേ മൂലയ്ക്കുള്ള ഒരു സംഭവത്തെ പറ്റി ഇവർ ചർച്ച ചെയ്താലും ഈ യോഗ്യന്മാർ മാത്രമാണ് ചർച്ച ചെയ്യുന്നത്. സ്ഥിരം കുറേ ചർച്ച തൊഴിലാളികളും കുറച്ച് സ്ഥിരം അവതാരകരും സ്ഥിരം ഭാഷയും സ്ഥിരം വാർത്ത ഇതാണ് പീഡനം, അമിതഗർഭം, ജനകീയമായ ഒരു പ്രശ്നത്തിലേക്ക് നമ്മുടെ വാർത്തകൾ വരുന്നില്ല. ഇവിടെ നമ്മളിപ്പോ ഈ ആത്മഹത്യകളെ പറ്റിയൊക്കെ പറയാറുള്ളത് പോലെ തന്നെ ഓരോ വ്യക്തിക്കും ഓരോ കുടുംബത്തിനും മനഃശാസ്ത്ര ചികിത്സ ആവശ്യമായ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ജീവിത സങ്കീർണമായിക്കൊണ്ടിരിക്കുക. അപ്പൊ അതിന് ദിശാബോധം പകരേണ്ട ചാനലുകാർക്ക് ഇന്ന് ഒരു സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ് ആവശ്യം, മനഃശാസ്ത്ര ചികിത്സ ആവശ്യം. ആത്മഹത്യയൊക്കെ പെരുപ്പിച്ച് കാണിക്കുകയാണ്. കുടുംബം കൂട്ടായി ആത്മഹത്യ ചെയ്തു, അപ്പനും അമ്മയും ഒരാളെ കൊന്നിട്ട് ഇവരെ വീട്ടിലുള്ളവരെ കൊന്നിട്ട് അവൻ ആത്മഹത്യ, ഇങ്ങനെ അതൊക്കെ പെരുപ്പിച്ച് കാണിക്കുക. ഈ പെരുപ്പിച്ച് കാണിക്കുന്നതുകൊണ്ട് ഈ ആത്മഹത്യ ചെയ്യാൻ വിഷമിച്ച് നിൽക്കുന്ന ആൾക്കാർ എങ്ങനെ ജീവിതം അവസാനിപ്പിക്കണം ഓർത്തോളം അവർക്ക് ഉത്തേജനം കൊടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ഒരു നന്മ അതിനകത്തുനിന്ന് അവർ അത് ഇങ്ങനെ ആത്മഹത്യ എന്നിട്ട് എഴുതി കാണിക്കും. ആത്മഹത്യ ജീവിതത്തിന് ഒരു പരിഹാരമാർഗ്ഗമല്ല. അത് ഈ മദ്യഷാപ്പിൽ എഴുതി വെച്ചിട്ടുള്ള മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. മദ്യപാനം പറയുന്നു കൂടുവല്ലേ, ആരോഗ്യത്തിന് ഹാനികരമാണ്, 2 എണ്ണം കൂടെ അടിച്ചേക്കാം. ഇത് ആരെ നന്നാണ്? ഇത് ഒന്നുമില്ല. ഇത് ചുമ്മാ കച്ചവടം. ഇതുപോലെ കച്ചവടം അതപ്പതിച്ച് പോയ ഒരു കാലഘട്ടമില്ല. ഇതിന് വ്യത്യാസം വരാത്തോടത്തോളം കാലം കേരളം അതപ്പതിച്ച് എല്ലാ തരത്തിലും സാംസ്കാരിക രംഗത്തും മാധ്യമ രംഗത്തും എല്ലാം ഇതാണ്. പക്ഷേ